അയ്യോ വണക്കം. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് എങ്ങും ഉയർന്നു വരുന്നത് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അവിടെ ആടിയുടെ ഇടിയുടെ വെടിയുടെ പൂരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഖമേനിയുടെ മൃതദേഹം എന്ന് പറയാനില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 4 എല്ലും 3 പല്ലും മാത്രമേ കിട്ടിയുള്ളൂ. അതെടുത്ത് സംസ്കരിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആടിയും ഇടിയും വെടിയും മാത്രമാണ് പശ്ചിമേഷ്യയിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 140 സ്ഥലങ്ങളിലാണ് ഇറാനിൽ അമേരിക്ക സംഹാര താണ്ഡവമാടിയത് എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളുടെ നേരെ ഇറാൻ എന്ത് ചെയ്തു? ചറവറ മിസൈൽ അയച്ചു എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നു. ജോർദാനിലെ അമേരിക്കൻ വ്യോമത്താവളം തകർത്തു, ബഹ്റൈനിലെ മിസൈൽ അയച്ചു, കുവൈറ്റിലെ മിസൈൽ അയച്ചു. ഖത്തറാണെങ്കിൽ എന്ത് പ്രഖ്യാപിച്ചു? ഖത്തറാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വാർത്തയിൽ പറഞ്ഞപ്പോൾ ഒരു വേട്ടാവളിയം വന്ന് അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുകയാണ്, യവൻ്റെ ചാനൽ പൂട്ടിക്കണം, യവൻ ഇല്ലാത്ത വാർത്തയൊക്കെയാണ് പറഞ്ഞു പരത്തുന്നതെന്ന്. കിഴങ്ങ് ആ സോഷ്യൽ മീഡിയ ചുമ്മാ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗൂഗിൾ എടുത്തിട്ട് ഖത്തർ സിവിലിയൻസ് എന്ന് ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. ആ ഖത്തർ സിവിലിയൻസിന് കൊടുത്തിരിക്കുന്ന ആ നിർദ്ദേശം നമുക്ക് കിട്ടും. നീ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് അത് 10 പേര് വിശ്വസിച്ച്, അവർ പറഞ്ഞ് 100 പേര് വിശ്വസിച്ച് അവന്മാരെല്ലാം കൂടെ വെളിയിറങ്ങിക്കഴിഞ്ഞാൽ ഖത്തർ പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ത്യക്കാർക്ക് പുറത്തിറങ്ങാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സിവിലിയൻസിനോടാണ് പറഞ്ഞിരിക്കുന്നത്. ഖത്തർ സിവിലിയൻസിനോടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവരുടെ ആൾക്കാരോട് അവർക്ക് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ അടിയും ഇടിയും വെടിയുമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ചുമ്മാ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ചറവറ മിസൈലുകൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ UAE ആകാശ് തീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം എന്ത് ചെയ്യാനായിട്ട് മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിൽ. കാരണം അവിടെയുള്ള ഈ കൂതറ സാധനങ്ങളൊന്നും കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനൊന്നും പറ്റുന്നില്ല. താടും പിന്നെ മറ്റേ പാട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതിനൊന്നും ഒരു ഏകോപനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് തീർ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചോ എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. അതിനിടയിൽ ഇറാൻ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഖമേനി എന്ന് പറയുന്ന പരമോന്നത നേതാവിനെ കൊന്ന 13 പേരുടെ ലിസ്റ്റ്, അതായത് കൊല്ലാനായിട്ട് കൂട്ടുനിന്ന അല്ലെങ്കിൽ ഈ വധത്തിൻ്റെ പേരിൽ ഈ ചോരയ്ക്ക് പ്രതികാരം ചെയ്യാനായി തട്ടേണ്ട 13 പേരുടെ ലിസ്റ്റ് എന്ത് ചെയ്തു? ഇറാൻ അങ്ങോട്ടിട്ടു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ പാവപ്പെട്ട ഇറ്റാലിയൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ടുള്ള മെലോണി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അതിൽ നമ്പർ 1 സ്വാഭാവികമായിട്ടും ട്രംപ് അല്ല, അത് നെതന്യാഹു ആണ്. നമ്പർ 2 ആണ് ട്രംപ്. പിന്നെ മാർക്കോ റൂബിയോ ഉണ്ട്, ജർമ്മൻ ചാൻസലറുണ്ട്, അമേരിക്കയിലെ കിടിപിടിയായിട്ടുള്ള എല്ലാ മുറുക്കം പാമ്പും അതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ തൊട്ട് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് നിന്നെയൊക്കെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് അങ്ങനെ പറയണമെങ്കിൽ ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെടും എന്നുള്ളൊരു തോന്നൽ ട്രംപിന് വന്ന് കാണും. അതിൻ്റെ ഭാഗമായിട്ടാണ് തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് ഈ നാറ്റോയുടെ ഒരു സമ്മിറ്റ് നടക്കുകയായിരുന്നു. അതിനുശേഷം ട്രംപ് തിരികെ പോയത് ഈ ട്രംപ് ഖത്തറിൽ പോയപ്പം ഖത്തറിലെ ഭരണാധികാരി ട്രംപിന് സോപ്പിടാനായിട്ട് ട്രംപിനൊരു നല്ല യമണ്ട വിമാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല കിടിലം വിമാനം. ആ വിമാനത്തിലാണ് ട്രംപ് വന്നിറങ്ങിയത്. പക്ഷേ സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ടും മൊസാദിൻ്റെ ഇൻ്റലിജൻസ് ട്രംപിന് നിർദ്ദേശം കൊടുത്തതുകൊണ്ടും ട്രംപ് എന്ത് ചെയ്തു? തിരിച്ചു പോകുമ്പോൾ വിമാനം ഒന്ന് മാറ്റി. ഈ വിമാനത്തിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ട്രംപ് വിമാനം മാറ്റിയാണ് തിരിച്ചു പോയത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുവരെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ റഷ്യ യുക്രൈനിലോട്ട് പോവാം. റഷ്യ യുക്രൈനിലോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറാനും റഷ്യ യുക്രൈനും തമ്മിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. വേറൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട്. എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ റഷ്യ അവരുടെ അതിമാരകമായിട്ടുള്ള ജെറ്റ് എൻജിൻ ഘടിപ്പിച്ച ഡ്രോണായിട്ടുള്ള ഗെറാൻ 4 എന്ന് പറഞ്ഞ ഡ്രോണ് അവിടെ ഒഡേസിയിലെ ചെർണോസ്ക് എന്ന് പറയുന്ന തുറമുഖത്തിൻ്റെ പ്രദേശത്ത് കൊണ്ടുവന്ന് അടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ ഒഡേസ തുറമുഖത്തിനെ അറിയാലോ, ബ്ലാക്ക് സീയുടെ അടുത്താണ് ഒഡേസ തുറമുഖം എന്ന് പറയുന്നത്. റഷ്യ യുക്രൈൻ്റെ സകല സ്ഥലങ്ങളും ലാൻഡ് ലോക്കാക്കി കഴിഞ്ഞു. ലാൻഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ യുക്രൈനാണെന്ന് സങ്കല്പിക്കുക. യുക്രൈൻ്റെ എല്ലാ അതിർത്തികളിലും റഷ്യൻ സൈന്യം, അതായത് അതിർത്തി സ്ഥലങ്ങൾ റഷ്യൻ സൈന്യം ഇങ്ങനെ ആ മാപ്പിൽ ഇങ്ങനെ പിടിച്ചെടുത്ത് വരുന്നതിനാണ് ലാൻഡ് ലോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ആ രാജ്യത്തിൻ്റെ അവസാനത്തെ സ്ഥലവും പിടിച്ചെടുത്ത് കഴിയുമ്പം യുക്രൈനെ റഷ്യ വളഞ്ഞ് അതിനെ മൊത്തത്തിൽ ലാൻഡ് ലോക്കാക്കി. ഇനി പിടിച്ചെടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ബ്ലാക്ക് സീയുടെ അടുത്തുള്ള ഒഡേസ പരിസരമാണ്. അവിടെയാണ് ഒഡേസ തുറമുഖമുള്ളത്. ഈ ഒഡേസ തുറമുഖം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് റഷ്യ ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവിടെയാണ് ഈ ഗെറാൻ 4 എന്ന് പറയുന്ന റഷ്യയുടെ അതിമാരകമായിട്ടുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. യുക്രൈനും തിരിച്ചടിയാനൊക്കെ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷേ നടത്തില്ല, ചീറ്റിപ്പോയി. എന്തായിരുന്നാലും അങ്ങനെ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയ ശേഷം റഷ്യ അവിടെയുള്ള ഒഡേസ തുറമുഖത്തിൽ ബ്ലാക്ക് സീയിലുള്ള മത്സ്യബന്ധന ബോട്ടുകൾക്ക് നേരെയും ആക്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും യുക്രൈൻ എന്ത് ചെയ്യും? നെഞ്ചത്തടിയും നിലവിളിയുമായിട്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ എത്തി എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളെ റഷ്യ ആക്രമിക്കുന്നു എന്ന് പറയും. അപ്പോൾ റഷ്യ തിരിച്ചടിച്ചു. യുവമാര് മത്സ്യത്തൊഴിലാളികളല്ല, മത്സ്യത്തൊഴിലാളികളുടെ മറവിൽ
ഒടുവിൽ ഇതിനകത്ത് ഡ്രോൺ കൊണ്ടുവന്ന് റഷ്യക്കെതിരെ പ്രയോഗിക്കുകയാണ്. ഈ മത്സ്യബന്ധന ബോട്ടിൽ ഡ്രോൺ കൊണ്ടുവന്ന് റഷ്യക്കെതിരെ പ്രയോഗിക്കുകയാണ് ഇവന്മാർ ചെയ്യുന്നത് എന്ന് റഷ്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അതുവരെയാണ് അവിടുത്തെ സ്റ്റോറി നിൽക്കുന്നത്. ഇനി ഒഡേസ തുറമുഖം മൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് യുക്രൈൻ സമ്പൂർണ്ണമായിട്ട് ലാൻഡ് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒഡേസ തുറമുഖം കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു രാജ്യത്ത് ചരക്ക് നീക്കം നടക്കണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് യുക്രൈനിൽ യുദ്ധം നടക്കുന്നു, അമേരിക്കയ്ക്ക് യുക്രൈൻ ആയുധങ്ങൾ എത്തിക്കണം. എങ്ങനെ എത്തിക്കും? കപ്പൽ മാർഗം എത്തിക്കും. കപ്പൽ മാർഗം എത്തിക്കണമെങ്കിൽ ഒരു തുറമുഖം വേണമല്ലോ. അങ്ങനെ അവസാനത്തെ തുറമുഖമാണ് ഈ ഒഡേസ തുറമുഖം എന്ന് പറയുന്നത്. അതുകൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ യുക്രൈൻ്റെ ആപ്പീസ് ഏതാണ്ട് പൂട്ടിയതുപോലെയാണ് നമ്മുടെ പ്രതിരോധ വിദഗ്ധർ എല്ലാം കരുതുന്നത്. അങ്ങനെ ആ ഒഡേസ തുറമുഖം പിടിച്ചെടുക്കാനുള്ള ആദ്യത്തെ പടി ഇപ്പോൾ റഷ്യ ചെയ്തു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്. ഇനി അടുത്തത്, ഈ റഷ്യ ഒഡേസ തുറമുഖം പിടിച്ചെടുത്ത് യുക്രൈനെ അടിച്ച് ഷെഡി കയറ്റി കഴിഞ്ഞാൽ അടുത്തവന്മാർ എങ്ങോട്ടായിരിക്കും അടിക്കുന്നത്? യൂറോപ്പിലോട്ടായിരിക്കും അടിക്കുന്നത്. പോളണ്ട് എന്താണ് ഓങ്ങി വച്ചിട്ടുണ്ട്. നമ്മുടെ സലീം കുമാർ പാണ്ടിപ്പടയിലും പറയും പോലെ നീയും തച്ച് വെച്ച ഒരു ബ്രാ എന്ന് പറയുന്നത് പോലെ പോളണ്ട് ഇപ്പോഴേ ഒരു ബ്രേസീറും തച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം റഷ്യ ഏത് നിമിഷവും കയറി വരാം. അതിനു മുമ്പേ ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ ഇവന്മാരൊന്ന് തീർത്തിട്ട് വരട്ടെ എന്നുള്ള രീതിയിലാണ് റഷ്യ നിൽക്കുന്നത്. പോളണ്ടിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്പിലെ എല്ലാ വാർത്തകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നാറ്റോ ഇപ്പോൾ സമ്മിറ്റ് നടന്നപ്പോൾ പോലും നാറ്റോ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടെ ഒരുത്തനെ തൊട്ടാ ഇറങ്ങൂലേടെ നീക്ക്. അപ്പോൾ അവരെല്ലാം എണീച്ചെന്ന് പറഞ്ഞു, ഇറങ്ങും, ഉറപ്പായിട്ടും ഇറങ്ങും, എല്ലാവരും ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിലിരിക്കുന്നത്. പോളണ്ട് ഒരു അനുനയ നീക്കത്തിനൊക്കെ തുടക്കത്തിൽ ശ്രമിച്ചെങ്കിലും റഷ്യ അനുനയത്തിന് വരുന്നൊരു സാഹചര്യം നിലവിൽ കാണുന്നില്ല. അങ്ങനെ യൂറോപ്പിനെ റഷ്യ അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഗതി മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിൽ യൂറോപ്യൻ നേതാക്കൾ ട്രംപിനെ ഇരുത്തി വലിയ രീതിയിലൊക്കെ സംസാരിച്ചു. എങ്കിലും യൂറോപ്യൻ നേതാക്കൾ എന്ത് ചെയ്തു? ഒരു പ്ലാൻ ബി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാറ്റോ ഈ യുദ്ധം തുടങ്ങുമല്ലോ, ഈ യുദ്ധം തുടങ്ങി റഷ്യയും നാറ്റോയും തമ്മിൽ ഒരു അടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ട്രംപ് സഹായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വേട്ടാവളിയനാണ്. രാത്രി 3 മണിക്ക് കോണിയാക്കും വലിച്ചു കയറ്റിക്കൊണ്ട് അവസാനം ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇടും. എനിക്ക് നിന്നെ ഒന്നും സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീയൊക്കെ വേണമെങ്കിൽ അടിച്ച് തീർക്കടാ, ഞാൻ എന്തിന് അമേരിക്കയുടെ പൈസ കൊണ്ട് നിൻ്റെയൊക്കെ തൊള്ളയിൽ തള്ളിത്തരുന്നത് എന്ന് ട്രംപ് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ നാറ്റോ എന്ന് പറയുന്ന ആ ടീം എന്ത് ചെയ്തു? ഒരു പ്ലാൻ ബി എന്ത് ചെയ്തു? ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഇവൻ്റെ സഹായമില്ലെങ്കിലും നമുക്ക് ഉയിര് പഴയ്ക്കണമല്ലോ, അതുകൊണ്ട് ഒരു പ്ലാൻ ബി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാർത്തയും നേരത്തെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയും ഇറാൻ യുദ്ധവും എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അമേരിക്കയെ ലോക്ക് ചെയ്യുകയാണ് റഷ്യ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പറയും. അമേരിക്കയെ ഇറാൻ ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം അമേരിക്കയ്ക്ക് റഷ്യയുടെ അടുത്തേക്ക് പോകണമെങ്കിലോ യുക്രൈന് സഹായം കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ യൂറോപ്പിനെ സഹായിക്കണമെങ്കിലോ ഇറാൻ പിടിവിട്ടിട്ട് വേണ്ട സഹായിക്കാൻ. ഇറാൻ അമേരിക്കയെ ഇവിടെ എൻഗേജ്ഡ് ആക്കി നിർത്തിയിരിക്കുകയാണ്. പോരാത്തതിന് കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകരമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ റിപ്പോർട്ട് ഇത്തരത്തിലാണ്: അമേരിക്ക തകരുകയാണ് എന്നുള്ളതാണ്. 1945 ജപ്പാനും ജർമ്മനിയും യുദ്ധം ചെയ്ത് തകർന്നതുപോലെയാണ് അമേരിക്ക തകരുന്നത്. ഞാനത് വിശദമായിട്ട് വായിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സംഭവം എന്ന് പറഞ്ഞാൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികം. പശ്ചിമേഷ്യയിലെ ഈ തീവ്രമായ സംഘർഷത്തിനിടയിൽ ഇറാനെതിരായിട്ടുള്ള നീണ്ട യുദ്ധം കാരണം അമേരിക്കയുടെ ആയുധശേഖരം അപകടകരമായ തലത്തിലേക്ക് കുറയുന്നുണ്ടെന്ന് ഞെട്ടിക്കുന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതൊക്കെ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ നികുതിപ്പണമാണ് ട്രംപ് എടുത്തിട്ട് അമ്മാനമാടുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഏകദേശം 5 ലക്ഷം കോടി രൂപ അമേരിക്കയുടെ പോക്കറ്റിൽ നിന്ന് ഒലിച്ചുപോയി എന്ന് നമുക്കറിയാം. ഇനി പാട്രിയോട്ട് ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ സ്റ്റോക്ക് ഇപ്പോൾ പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. വെടിനിർത്തൽ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ ഭീകരമാകാനുള്ള സാധ്യതയുണ്ട്. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സ്ഥിതിയും ജപ്പാനും ജർമ്മനിയും പോലെയാകുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു കാലത്ത് ജപ്പാനും ജർമ്മനിയും വൻ ശക്തികളായിരുന്നു. എസ്പെഷ്യലി ജർമ്മനി ഭയങ്കര ശക്തിയായിരുന്നു. ഈ വേട്ടാവളിയെ ഹിറ്റ്ലറിനെ കൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ജർമ്മനി അന്ന് ഭയങ്കര ശക്തിയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹിറ്റ്ലർ വന്ന് ഭരണം പിടിക്കുന്നത്. അതിനുശേഷം യവനാണ് രണ്ടാം ലോക മഹായുദ്ധം കൊളുത്തിവിടുന്നത്. അപ്പോൾ ആ സമയത്ത് ജർമ്മനി ഭയങ്കര സെറ്റപ്പായിരുന്നു. പിന്നെ അടിച്ച് ഷെഡി കയറിയപ്പോൾ എല്ലാം തീർന്നു, പ്രതാപമൊക്കെ അവസാനിച്ചു. എന്തായാലും ഇറാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പ്രാരംഭഘട്ടത്തിൽ ആയിരക്കണക്കിന് നൂതന ദീർഘദൂര കൃത്യതയുള്ള മിസൈലുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും US ഉപയോഗിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗം US സൈനിക ആയുധ ശേഖരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ പ്രതിരോധ വിശകലന വിദഗ്ധനും വിരമിച്ച മറൈൻ കേണലുമായിട്ടുള്ള മാർക്ക് കെൻസിയൻ്റെ അഭിപ്രായത്തിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക്
നാളുകളിലേക്ക് ഇതേ സ്ഥിതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇൻഡോ പസഫിക് മേഖലയിൽ US-ന് തന്ത്രപരമായ അപകട സാധ്യത ഗണ്യമായി വർദ്ധിക്കും. ആയുധങ്ങൾ വളരെ വേഗത്തിൽ ഉപയോഗിക്കപ്പെടുന്നതിനാൽ സമീപ ഭാവിയിൽ അവ മാറ്റിസ്ഥാപിക്കുക അസാധ്യമാണെന്ന് തോന്നുന്നു. ഭാവിയിൽ ചൈന, ഉത്തര കൊറിയ തുടങ്ങിയ ശക്തരായ എതിരാളികൾക്കെതിരെ ഒരു വലിയ യുദ്ധം നടത്താനുള്ള US-ന്റെ കഴിവിനെ ഇത് ദുർബലപ്പെടുത്തിയേക്കാം എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനുമായിട്ട് അടിച്ചടിച്ച് അമേരിക്കയുടെ ആയുധ ശേഖരം പകുതിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് റഷ്യ യുക്രൈനെ അടിച്ച് ഷെഡിൽ കയറ്റിയിട്ട് നേരെ യൂറോപ്പിലേക്ക് കടക്കാൻ പോകുന്നത്. ആ യൂറോപ്പിനെ രക്ഷിക്കാനും ആര് വരണം? അമേരിക്ക വരണം. അമേരിക്ക വരുമ്പം അമേരിക്ക അവിടെ നേരിടാൻ പോകുന്നത് മൈറ്റി റഷ്യയാണ്. ആ മൈറ്റി റഷ്യയെ അമേരിക്ക നേരിടണമെങ്കിൽ അമേരിക്കയ്ക്ക് ചില്ലറ കരുത്തൊന്നും പോരാ എന്നുള്ളത് നമുക്കറിയാം. കാരണം റഷ്യയുടെ കയ്യിൽ സാത്താനുണ്ട്. സാത്താൻ എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധമാണ്. എടുത്തൊരു അടിയടിച്ച് കഴിഞ്ഞാൽ കിളിഞ്ഞു പോകും. അതും അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് റഷ്യ കയ്യിൽ വെച്ചിരിക്കുന്നത്. പിന്നെ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരുപാട് അടി ഇങ്ങോട്ട് കൊള്ളുന്നുണ്ട്. അത് റഷ്യ മനഃപൂർവ്വം മേടിക്കുന്നതാണ് എന്നാണ് പല പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. കാരണം യുക്രൈൻ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ, അത് റഷ്യയുടെ ഭാഗം തന്നെയാണ്, പിരിഞ്ഞു പോയൊരു ഭാഗമാണ്. പോരാത്തതിന് യുക്രൈനകത്തുള്ള ഒരുപാട് ആൾക്കാർ റഷ്യയുമായി ഇപ്പോഴും ചേരണമെന്ന് പറഞ്ഞ് റഷ്യൻസ് ആയിട്ട് തന്നെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മണ്ടയിലൂടെ ബോംബിടാൻ റഷ്യ എന്ത് ചെയ്യുന്നില്ല? താല്പര്യപ്പെടുന്നില്ല. യുക്രൈനെ ലാൻഡ് ലോക്ക് ചെയ്ത് അവനെ സമ്പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കണം എന്നുള്ളതാണ് റഷ്യയുടെ നിലവിലത്തെ തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് റഷ്യ എന്ത് ചെയ്യും? യുക്രൈനെ ഒരു കേടുപാടുകളും കൂടാതെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് യൂറോപ്പിലേക്ക് കയറുമ്പോൾ കളി മാറും. യൂറോപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ റഷ്യ അറഞ്ചം പുറഞ്ച് അടിക്കും. അമേരിക്ക അവിടെ എത്തേണ്ടി വരും. അപ്പോഴും ഇറാനുമായിട്ടുള്ള യുദ്ധം നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വലിയ പ്രശ്നവും. പോരാത്തതിന് ഈ ഇറാന് മിസൈലുകൾ കൊടുത്ത് ഇറാൻ്റെ പിറകിൽ വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് ആരാണ്? റഷ്യയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. റഷ്യയാണ് ഇറാൻ്റെ പിറകിൽ. അതുകൊണ്ടാണ് ഇറാൻ ഇത്ര ശക്തമായിട്ട് യുദ്ധത്തിൽ ഞങ്ങളെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇറാന് സകല സൗകര്യങ്ങളും കൊടുത്ത് അമേരിക്കയുടെ എൻഗേജ് ചെയ്ത് നിർത്തട എന്ന് പറയുന്നത് ആരാണ്? റഷ്യയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിലുള്ളതല്ല, റഷ്യയും യുക്രൈനും തമ്മിലുള്ളതല്ല, റഷ്യയും യൂറോപ്പും തമ്മിലുള്ളതല്ല. അത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഒളി യുദ്ധമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടുപ്പിലോവ് എന്ന് പറയുന്ന റഷ്യയുടെ ഡൂംസ് ഡേ വിമാനം ഇറാൻ്റെ മുകളിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ ഡൂംസ് ഡേ വിമാനം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഈ അമേരിക്കയുടെ ഡൂംസ് ഡേ വിമാനം പുറത്തിറങ്ങുമ്പോൾ നമ്മളെ മാധ്യമങ്ങളെ വലിച്ചു കയറി എഴുതാറുണ്ട്. അമേരിക്കയുടെ ഡൂംസ് ഡേ വിമാനം വന്നു, ഇനി നീയൊക്കെ തീർന്നടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്താണ് ഈ ഡൂംസ് ഡേ വിമാനം? യുദ്ധത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ മാത്രം പുറത്തേക്ക് വരുന്ന ഒരു വിമാനമാണ് ഈ ഡൂംസ് ഡേ, അതായത് വിധി ദിന വിമാനം എന്ന് പറയുന്ന ഈ വിമാനം. അത് അമേരിക്കയുടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ റഷ്യയുടെ ഈ വിമാനം പുറത്തു വരികയാണ്. റഷ്യയുടെ ഡൂംസ് ഡേ വിമാനം എവിടെയാണ് വന്നത്? അത് വന്നിരിക്കുന്നത് പശ്ചിമേഷ്യയുടെ മുകളിലാണ് ഡൂംസ് ഡേ വിമാനം വന്നത്. അത് നിർണായകമായിട്ടുള്ളൊരു നീക്കമാണ് റഷ്യയുടെ. കാരണം മോനെ, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. അതും ഒഡേസ തുറമുഖം അടിച്ച് ലാൻഡ് ലോക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു നിമിഷത്തിൽ റഷ്യയുടെ ഡൂംസ് ഡേ വിമാനം റഷ്യ ഇറക്കിയിരിക്കുകയാണ്. ഡൂംസ് ഡേ വിമാനം ഇറാനിലേക്ക് വന്നിരിക്കുകയാണ്. റഷ്യൻ സർക്കാരിൻ്റെ പറക്കുന്ന കമാൻഡ് പോസ്റ്റായി അറിയപ്പെടുന്ന ടുപ്പോലേവ് Tu-214PU എന്ന് പറയുന്ന വിമാനമാണ് ടെഹ്റാനിലെത്തിയത്. റഷ്യയുടെ അതീവ സുരക്ഷിതമായിട്ടുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വിമാനമാണിത്. പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും സങ്കീർണമായ പശ്ചാത്തലത്തിൽ റഷ്യയുടെ വിമാനം എന്തിന് ഇറാനിലേക്ക് എത്തി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതുവരെ പരോക്ഷമായ സഹായങ്ങൾ നൽകുന്നുവെന്ന ആരോപണങ്ങൾ റഷ്യയ്ക്ക് മീതെ അമേരിക്ക ഉയർത്തിയിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നേരിട്ട് പരോക്ഷമായിട്ടല്ലാതെ അത് അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ടുപ്പിലേവ് എന്ന് പറയുന്ന അവരുടെ ഡൂംസ് ഡേ വിമാനം റഷ്യ അയച്ചിരിക്കുകയാണ്. സാധാരണ യാത്രാ വിമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധം പോലുള്ള അതീവ ഗുരുതര സാഹചര്യങ്ങളിലും തടസ്സമില്ലാത്ത രീതിയിൽ സൈനിക സംവിധാനങ്ങളുമായിട്ടുള്ള കമാൻഡ് ഉറപ്പാക്കാനാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഒരു സാധാരണ യാത്രാ വിമാനമായിട്ടുള്ള Tu-214 അടിമുടി പരിഷ്കരിച്ചൊരു പറക്കുന്ന കമാൻഡ് സെൻറ്റർ എയർബോൺ കമാൻഡ് പോസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണ് റഷ്യ നിലവിൽ ചെയ്തിരിക്കുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങളും സുരക്ഷാ ഡാറ്റ ലിങ്കുകളുമാണ് ടുപ്പിലോവിൻ്റെ പ്രത്യേകത. ശത്രുക്കളുടെ ഭീഷണിക്കിടയിലും ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ വിമാനം എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിമാനം ഇപ്പോൾ റഷ്യയുടേതാണ്. റഷ്യയുടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇറാൻ്റെ മുകളിലാണ്. ഈ ഡോട്ട്സ് ഒക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിടികിട്ടും എന്നാണ് എനിക്ക് നിലവിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.